നമസ്കാരം. രാജ്യത്ത് അതിവേഗം കുറയുന്ന ജനന നിരക്കിന് പരിഹാരം കാണുന്നതിനായി ഒരു സമർപ്പിത ലൈംഗിക മന്ത്രാലയം സ്ഥാപിക്കുന്നതിനുള്ള വിചിത്രമായ നിർദ്ദേശമാണ് റഷ്യൻ ഭരണകൂടം പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാൽ നൂറ്റാണ്ടിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യാ നിരക്കിലേക്ക് കൂപ്പുകുത്തിയ റഷ്യ വ്ളാഡിമിർ പുടിന്റെ നേതൃത്വത്തിലുള്ള രാജ്യത്തിന്റെ ജനന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനായുള്ള സ്പെഷ്യൽ ഡെമോഗ്രാഫിക് ഓപ്പറേഷന്റെ ഭാഗമായാണ് ഈ നീക്കം. ജോലിസ്ഥലത്തെ ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്നതുൾപ്പെടെ ആളുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് വരെയുള്ള ആശയങ്ങളോടെ റഷ്യ അതിന്റെ ജനസംഖ്യ മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുകയാണ്. റഷ്യൻ പ്രസിദ്ധീകരണമായ മോസ്ക്വിച്ച് മാസ്കയുടെ സമീപകാല റിപ്പോർട്ടിൽ പുടിൻ കൂടുതൽ വിചിത്രമായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്ത് അതിവേഗം കുറയുന്ന ജനന നിരക്കിൽ പ്രവർത്തിക്കുന്നതിനായി ഒരു സമർപ്പിത ലൈംഗിക മന്ത്രാലയം സ്ഥാപിക്കുക എന്നതാണ് റഷ്യയുടെ ലക്ഷ്യം. റഷ്യൻ ഉദ്യോഗസ്ഥർ രാജ്യത്തിന്റെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിവിധ നിർദ്ദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത്. രാത്രി 10 മണിക്കും പുലർച്ചെ 2 മണിക്കുമിടയിൽ വീട്ടിലെ ഇന്റർനെറ്റും ലൈറ്റുകളും ഓഫ് ചെയ്യാൻ പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. ദമ്പതികൾക്കിടയിൽ അടുപ്പം വളർത്തുന്നതിന് ശ്രദ്ധ വ്യതിചലിക്കാത്ത വിൻഡോ സൃഷ്ടിക്കുക. മറ്റൊരു നിർദ്ദേശത്തിൽ ഇതിനായി ദമ്പതികൾക്ക് അവരുടെ ആദ്യ ഡേറ്റിംഗിൽ സർക്കാരിൽ നിന്ന് 50,000 റൂബിൾസ് വരെ ലഭിക്കുമെന്നും പറയുന്നു. നവദമ്പതികൾക്ക് അവരുടെ വിവാഹരാത്രികൾ സർക്കാരിന്റെ ധനസഹായത്തോടെ നൽകണമെന്ന ശുപാർശ കൂടി നിർദ്ദേശിക്കുന്നുണ്ട്. ഗർഭധാരണ സാധ്യത പ്രോത്സാഹിപ്പിക്കുന്നതിന് ഹോട്ടൽ ചെലവ് 26,300 റൂബിളിൽ നിജപ്പെടുത്തുകയും ചെയ്തു. ജനന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനായി സ്ത്രീകളുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ആരോഗ്യകാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചേർത്തുകൊണ്ട് ഒരു ചോദ്യാവലി പൊതുമേഖലയിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാർക്ക് നൽകിയിരുന്നു. എന്നാൽ ഇതിന് മറുപടി നൽകാത്തവർക്ക് ഡോക്ടർമാരുമായി നേരിട്ട് സംസാരിക്കാനുള്ള സൗകര്യം ഒരുക്കുകയായിരുന്നു. സർക്കാർ സൗജന്യമായി ഏർപ്പെടുത്തിയ പ്രത്യുൽപാദന ശേഷി പരിശോധനാ സൗകര്യം ഇതുവരെ 20,000-ഓളം സ്ത്രീകളാണ് ഉപയോഗിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു.